Hi friends, Tests-SSC അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിന്റെ ബാക്കി. അതായത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വാട്ടർ കൂൾഡ് സിസ്റ്റത്തിന്റെ ഡിസഡ്വാൻറ്റേജ് വരെ പഠിച്ചായിരുന്നു. ഇനി വാട്ടർ കൂൾഡ് സിസ്റ്റത്തിലെ ഫോഴ്സ്ഡ് സർക്കുലേഷൻ സിസ്റ്റം അല്ലെങ്കിൽ നമ്മൾ പമ്പ് ഉപയോഗിച്ചിട്ടുള്ള അതിന്റെ കമ്പോണൻസിനെ കുറിച്ചും കൂളന്റിനെ കുറിച്ചുമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇതിന്റെ കമ്പോണൻസ് എന്തൊക്കെയാണ്? മറ്റതിൽ പറഞ്ഞതുപോലെ തന്നെ റേഡിയേറ്റർ ഉണ്ട്. പിന്നെ എക്സ്ട്രാ വരുന്നത് എന്തൊക്കെയാണ്? വാട്ടർ പമ്പ് ഉണ്ട്, തെർമോസ്റ്റാറ്റ്, റേഡിയേറ്റർ പ്രഷർ ക്യാപ്പ്, ഒരു എക്സ്പാൻഷൻ ടാങ്ക്, റേഡിയേറ്റർ ഫാൻ, വാട്ടർ ടെമ്പറേച്ചർ ഇൻഡിക്കേറ്റർ. അപ്പോൾ നമ്മൾ കൺവെൻഷനിൽ വെച്ച് നോക്കുകയാണെങ്കിൽ റേഡിയേറ്റർ ക്യാപ്പ്, റേഡിയേറ്റർ ഫാനൊക്കെ ഉണ്ട്. എക്സ്ട്രാ ആയിട്ട് വാട്ടർ പമ്പ്, തെർമോസ്റ്റാറ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളും ഒക്കെ ഇതിൽ കമ്പോണൻസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ കമ്പോണൻസ് നമുക്ക് നോക്കേണ്ടതാണ്. നമ്മൾ കമ്പോണൻസ് റേഡിയേറ്ററും വാട്ടർ പമ്പ് തെർമോസ്റ്റാറ്റ് ഒക്കെ നമുക്ക് സിലബസിലുള്ളത് തന്നെയാണ്. റേഡിയേറ്റർ എല്ലാവരും കണ്ടിട്ടുണ്ട്. റേഡിയേറ്റർ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ ആണ്. റേഡിയേറ്റർ ഈസ് ബേസിക്കലി എ ഹീറ്റ് എക്സ്ചേഞ്ചർ ട്രാൻസ്ഫറിംഗ് ഹീറ്റ് ഫ്രം ദി engine to the air passing through it. The radiator itself is a series of tubes and fins collectively called the core that expose the coolant's heat to as much surface area as possible. Radiator എന്ന് പറയുന്നത് തന്നെ ഒരു ഒറ്റ യൂണിറ്റ് ആണെങ്കിലും അതെന്താണ്, അതിന്റെ അകത്ത് എന്താണ്? ഇറ്റ്സ് കണ്ടെയ്ൻസ് എ സീരീസ് ഓഫ് ട്യൂബ് ആൻഡ് ഫിൻസ്. ട്യൂബുകളും ഫിന്നുകളൊക്കെ ഉണ്ട്. നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും അല്ലെ? നമ്മൾ പഴയ റേഡിയേറ്റർ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ ചെറുതായിട്ടുള്ള അല്ലെ, വളരെ ഇങ്ങനെ ഡെൻസിറ്റി ഇങ്ങനെ അടുക്കി വെച്ചിട്ടുള്ള ഫിന്നുകളും ട്യൂബുകളും നിറഞ്ഞിട്ടുള്ളതാണ് ഈ റേഡിയേറ്റർ. ആ ഒരു സെക്ഷനെ നമ്മൾ പറയുന്നത് കോർ എന്നാണ്. അതിനെ ആ ട്യൂബും ഫിന്നും ആ നടുക്ക് കാണുന്ന ഇതിനെ നമ്മൾ പറയുന്നത് കോർ എന്നാണ്. ഓക്കെ. Attached to the sides or top and bottom of the core are plastic or aluminum tanks. ഈ കോറിന്റെ സൈഡിൽ ടോപ്പിലൊക്കെ അലുമിനിയം ആണ് കൂടുതൽ. പ്ലാസ്റ്റിക്കും ചിലതിൽ സൈഡുകളിൽ പ്ലാസ്റ്റിക് യൂസ് ചെയ്യാറുണ്ട്. മുകളിൽ നമുക്ക് കാണാം ഇത് നമ്മൾ എന്താണ് റേഡിയേറ്റർ തുറന്ന് വെള്ളം ഒഴിക്കുന്നത്, അത് അലുമിനിയം ടാങ്കുകളൊക്കെ. One tank holds hot coolant and the other holds the cooled coolant അല്ലെങ്കിൽ cool coolant. Cores are normally comprised of flattened aluminum tubes surrounded by thin aluminum fins. അലുമിനിയം ആണ് കൂടുതലായിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാമല്ലോ, ഫൈൻ ട്യൂബ്സ് ആൻഡ് ഫിൻസ് ആണ്. അത് കൂടുതലും എന്തൊക്കെയാണ് നിർമ്മിച്ചിട്ടുള്ളത്, എന്താണ് അതിലുള്ളത്? നമ്മൾ ട്യൂബും ഫിന്നും ആണെന്ന് അറിയാം. അതും അലുമിനിയം, ഫ്ലാറ്റൻഡ് അലുമിനിയം ട്യൂബ്സ് സറൗണ്ടഡ് ബൈ തിൻ അലുമിനിയം ഫിൻ. ഇത് രണ്ടും ചേർന്നതാണ് ആക്ച്വലി എന്താണ് കോർ എന്ന് പറയുന്നത്. ട്യൂബും ഫിന്നും ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ആ ട്യൂബ് എങ്ങനെയാണ്? ഫ്ലാറ്റൻഡ് അലുമിനിയം ട്യൂബും സറൗണ്ടഡ് ബൈ തിൻ അലുമിനിയം ഫിൻസ്. The fins conduct the heat from the tubes to the air flowing through the radiator. നമ്മൾ ആദ്യം പറഞ്ഞ എയർ കൂൾഡിന്റെ ആ ഒരു പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അല്ലേ? The fins conduct the heat from the tubes to the air flowing through the radiator. ആ ഫാൻ വെച്ച് പുറത്തുനിന്നുള്ള കാറ്റാണ് തന്നെ എന്ത് ചെയ്യുന്നത്, ആ ഒരു കൂളിംഗ് പ്രിൻസിപ്പിൾ കൊടുക്കുന്നത്. Most radiators have a drain cock or plugs near the bottom. Coolant is added at the radiator cap or the recovery tank. Design of radiators. Normally രണ്ട് ഡിസൈൻസ് ആണ് ഉള്ളത് റേഡിയേറ്റേഴ്സിന്, ക്രോസ് ഫ്ലോയും ഡൗൺ ഫ്ലോ. റേഡിയേറ്റർ നമുക്ക് രണ്ട് ടൈപ്പിലുള്ളതുണ്ട്. നമുക്ക് പെട്ടെന്ന് നമ്മളെന്താ ശ്രദ്ധിച്ച് കാണിച്ചില്ല ഇതുവരെ. നമ്മൾ നോക്കുമ്പോൾ ഒരു ലൈൻസും ഫിൻസും മാത്രമേ ഉള്ളൂ. പക്ഷെ രണ്ട് ടൈപ്പാണ്. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും രണ്ട് ടൈപ്പാണുള്ളത്. ഒന്ന് ക്രോസ് ഫ്ലോ. ഇൻ എ ക്രോസ് ഫ്ലോ റേഡിയേറ്റർ കൂളന്റ് enters on one side, travels through tubes and collects on the opposite side. നമുക്ക് കണ്ടാൽ അറിയാം ക്രോസ് ഫ്ലോ. ഇനി ഒന്നുള്ളത് ഡൗൺ ഫ്ലോ. ഡൗൺ ഫ്ലോ എന്താണ്? കൂളന്റ് enters at the top of the radiator and is drawn downward by gravity. ഇതിനെയാണ് ഡൗൺ ഫ്ലോ റേഡിയേറ്റർ. അതിന്റെ ഡിസൈനിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും അല്ലെ? നമുക്ക് അതിന്റെ എക്സ്റ്റീരിയർ ലുക്കിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ക്രോസ് ഫ്ലോ ഏതാണ്, ഡൗൺ ഫ്ലോ ഏതാണ്. അപ്പൊ രണ്ട് ടൈപ്പാണുള്ളത്, ക്രോസ് ഫ്ലോ ആൻഡ് ഡൗൺ ഫ്ലോ. ഇനി വേറൊരു കമ്പോണന്റ് എന്ന് പറയുന്നത് വാട്ടർ പമ്പ് അല്ലെ? ഫോഴ്സ് സർക്കുലേഷനിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് വാട്ടർ പമ്പ്. ഹാർട്ട് ഓഫ് ദി കൂളിംഗ് സിസ്റ്റം. ഏത് കൂളിംഗ് സിസ്റ്റം?
വാട്ടർ കൂൾഡ് സിസ്റ്റം അല്ലെങ്കിൽ ഫോഴ്സ്ഡ് അല്ലെങ്കിൽ പമ്പ്ഡ് സർക്കുലേഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹാർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ വാട്ടർ പമ്പാണ്. ഇറ്റ്സ് ജോബ് ഈസ് ടു മൂവ് ദി കൂളന്റ് ത്രൂ ദി സിസ്റ്റം. Typically, the water pump is driven by the crankshaft through pulleys and a drive belt. ഞാൻ പറഞ്ഞു നമ്മുടെ എഞ്ചിൻ്റെ ഔട്ട്പുട്ട് ഷാഫ്റ്റിൽ നിന്നാണ് നമ്മൾ ഇതിന് ആവശ്യമുള്ള എന്തെടുക്കുന്നത്, ഡ്രൈവിംഗ് ഫോഴ്സ് എടുക്കുന്നത്. The pumps are centrifugal. അപ്പോൾ എന്ത് ടൈപ്പ് പമ്പാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്? സെൻട്രിഫ്യൂഗൽ ടൈപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വിത്ത് എ റൊട്ടേറ്റിംഗ് ഇമ്പല്ലർ ടു മൂവ് ദി കൂളന്റ്. നമുക്കറിയാം സെൻട്രിഫ്യൂഗലിൽ ഉള്ള പോലെ തന്നെ ഇതൊരു റൊട്ടേറ്റിംഗ്, അതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. The pumps are centrifugal type pumps with a rotating impeller to move the coolant. The shaft is mounted in the water pump housing and rotates on bearings. The pump has a seal to keep the coolant from passing through it. Well sealed ആണ്. Then the inlet of the pump connects to the lower radiator hose and its outlet connects to the engine block. Okay, അപ്പോൾ തെറ്റരുത്. ഇൻലെറ്റ് ഓഫ് ദി പമ്പ്, ഇൻലെറ്റ് എവിടെയാണ് കൊടുത്തിരിക്കുന്നത്? ഇൻലെറ്റ് ഓഫ് ദി പമ്പ് കണക്ട്സ് ടു ദി ലോവർ റേഡിയേറ്റർ ഹോസ്. ഔട്ട്ലെറ്റ് എങ്ങോട്ടാണ് പോകുന്നത്? ഔട്ട്ലെറ്റ് ടു ദി സിലിണ്ടർ ബ്ലോക്ക് അല്ലെ, എൻജിൻ സിലിണ്ടർ ബ്ലോക്കിലേക്കാണ് ഔട്ട്ലെറ്റ് പോകുന്നത്. വേറൊരു കമ്പോണന്റ് ആണ് തെർമോസ്റ്റാറ്റ്. A thermostat is a temperature responsive coolant flow control valve. Thermostat എന്താണ്? It's a temperature responsive coolant flow control valve. Coolant flowനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ടെമ്പറേച്ചർ റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു വാൽവിനാണ് നമ്മൾ എന്ത് പറയുന്നത്? തെർമോസ്റ്റാറ്റ് അല്ലെങ്കിൽ തെർമോസ്റ്റാറ്റ് വാൽവ് എന്നും പറയും. It controls the temperature and amount of coolant entering the radiator. റേഡിയേറ്ററിലേക്ക് എൻ്റർ ചെയ്യുന്ന കൂളന്റിന്റെ എമൗണ്ടും ടെമ്പറേച്ചറും കൺട്രോൾ ചെയ്യുന്നത് ഈ വാൽവാണ്. മോസ്റ്റ് തെർമോസ്റ്റാറ്റ്സ് ആർ ലൊക്കേറ്റഡ് ഓൺ ദി ടോപ്പ് ആൻഡ് ഫ്രണ്ട് ഓഫ് ആൻ എഞ്ചിൻ. എഞ്ചിന്റെ ടോപ്പിൽ അല്ലെങ്കിൽ ഫ്രണ്ടിലാണ് ഈ തെർമോസ്റ്റാറ്റ് എന്ത് ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ പർപ്പസ് എന്താണ്? തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു കൂളന്റ് ഫ്ലോ കൺട്രോൾ വാൽവാണ്. ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? ഇറ്റ് കൺട്രോൾസ് ദി ടെമ്പറേച്ചർ, also the amount of coolant entering the radiator. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? തെർമോസ്റ്റാറ്റ്. While the engine is cold, the thermostat remains closed. എഞ്ചിൻ കോൾഡ് ആയിരിക്കുമ്പോൾ എന്താണ് ഇത്? കാരണം ടെമ്പറേച്ചർ റെസ്പോൺസീവ് ആണ്. അപ്പോൾ എഞ്ചിൻ കോൾഡ് ആയപ്പോൾ തെർമോസ്റ്റാറ്റ് എന്താണ്? ക്ലോസ്ഡ് ആണ്, allowing the coolant to only circulate in the engine. This allows the engine to uniformly warm up. When the coolant reaches a specified temperature, ഒരു ടെമ്പറേച്ചറിൽ എത്തുമ്പോൾ ഇത് ടെമ്പറേച്ചർ റെസ്പോൺസീവ് ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും? The thermostat begins to open and allows coolant to flow to the radiator. സാധാരണ എഞ്ചിൻ കോൾഡ് ആയിട്ടിരിക്കുമ്പോൾ ഇത് ക്ലോസ് ആയിരിക്കും, സാധാ എഞ്ചിനിൽ വെറുതെ ഇത് സർക്കുലേറ്റ് ചെയ്യുള്ളൂ. പക്ഷേ ഇത് എഞ്ചിൻ ഇങ്ങനെ വാമപ്പ് ആയി ഒരു സ്പെസിഫൈഡ് ടെമ്പറേച്ചറിൽ എത്തുമ്പോൾ, ഈ കൂളന്റും എത്തുമ്പോൾ തെർമോസ്റ്റാറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഈ കൂളന്റിനെ റേഡിയേറ്ററിലേക്ക് വിടും. The hotter the coolant gets, the more the thermostat opens, sending more coolant to the radiator. Okay, the hotter the coolant gets, the more the thermostat opens, sending more coolant to the radiator. ഇങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കമ്പോണന്റ് വന്നിട്ട് റേഡിയേറ്റർ പ്രഷർ ക്യാപ്പ്. നിങ്ങൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്, പഴയല്ല, നമ്മൾ ഇപ്പോഴേ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ എന്താണ് സിസ്റ്റം റേഡിയേറ്റർ അല്ല. നമുക്ക് പണ്ട് അംബാസഡർ ഒക്കെ ആകുമ്പോൾ നമ്മളിത് സ്ഥിരം നമ്മളിത് തുറന്നതിൽ വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതാണ് റേഡിയേറ്റർ പ്രഷർ ക്യാപ്പ്. നമ്മൾ റേഡിയേറ്റർ അടയ്ക്കുന്ന ക്യാപ്പാണ്. അതിന്റെ കാണാൻ നമുക്ക് അറിയാം, അപ്പർ ഒരു സീലുണ്ട്, അതിൻ്റെ ഇടയിൽ ഒരു സ്പ്രിംഗ് ഉണ്ട്, മെയിൻ സീൽ സ്പ്രിംഗ് എന്ന് പറയും. അത് കഴിഞ്ഞൊരു റബ്ബർ സീൽ കൊടുത്തിട്ടുണ്ട്, ലാസ്റ്റ് ഒരു ലോ പ്രഷർ വാൽവ്. വെറും ഒരു ക്യാപ്പ് അല്ല ഇത്. റേഡിയേറ്റർ ക്യാപ്സ് കീപ് ദി കൂളന്റ് ഫ്രം സ്പ്ലാഷിംഗ് ഔട്ട് ഓഫ് ദി റേഡിയേറ്റർ. They also keep the coolant's temperature within a desired range by keeping the coolant pressurized to a specific level. The pressure raises the boiling point of the coolant. This allows the coolant to reach higher than normal temperatures without boiling. Pressure maintain ചെയ്ത്, അതുകൊണ്ടാണ് ഇതിനെ റേഡിയേറ്റർ പ്രഷർ ക്യാപ്പ് എന്ന് പറയുന്നത്. Boiling എന്താണ്? This allows the coolant to reach higher than normal temperature without boiling. Boiling ചെയ്ത് തന്നെ നോർമൽ ടെമ്പറേച്ചറിന് മുകളിലേക്ക് എത്തിക്കാൻ ഇതിനെ സഹായിക്കുന്നു.
The pressure in the system is regulated by a pressure relief or vent valve in the radiator cap. Radiator capil ഒരു vent valve ഉണ്ട് അല്ലെങ്കിൽ ഒരു pressure relief valve ഉണ്ട്. അതാണ് ഈ പ്രഷറിനെ എന്ത് ചെയ്യുന്നത് റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, when the pressure reaches the pressure rating of the cap, it pushes up on the spring in the pressure relief valve. അപ്പോൾ സ്പ്രിംഗ് നമ്മൾ കണ്ടതാണ്. When the pressure reaches the pressure rating of the cap, ഒരു ക്യാപ്പിന് pressure rating ഉണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? It pushes up on the spring in the pressure relief valve. അപ്പോൾ എന്ത് സംഭവിക്കും? This opens the valve and allows excess pressure to exit the radiator. When enough pressure has been released to drop system pressure below the cap's rating, the spring will close the pressure relief valve. Spring എന്ത് ചെയ്യും? ഈ pressure relief valve-നെ ക്ലോസ് ചെയ്യും. അപ്പോൾ ഇത് അകത്ത് ആ ഈ പ്രഷർ ക്യാപ്പ് ഉണ്ടല്ലോ, റെഗുലേറ്റർ പ്രഷർ ക്യാപ്പ് അകത്ത് ഇത്രയും എന്താണ് വലിയൊരു എന്താണ് അത് അകത്ത് തന്നെ നമ്മുടെ റേഡിയേറ്ററിന്റെ അകത്തേക്ക് പോകുന്ന വാൽവുകളും എന്ത് ചെയ്യുന്നു, ഇതിന്റെ പ്രഷർ റെഗുലേഷൻ വെച്ച് പ്രഷർ റിലീഫ് വെച്ച് ഇതിനെ എന്ത് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എക്സ്പാൻഷൻ ടാങ്ക്. ഇത് ഇപ്പോഴത്തെ വണ്ടികളിലെല്ലാം നമ്മൾ കാണുന്നതാണ്. എക്സ്പാൻഷൻ ടാങ്ക് എന്ന് പറഞ്ഞ് റേഡിയേറ്ററിൽ നിന്നൊരു എക്സ്റ്റൻഷൻ ഉണ്ട്. All latest model cooling systems have an expansion or recovery tank. Expansion എന്നോ അല്ലെങ്കിൽ റിക്കവറി ടാങ്ക് എന്നോ കാണാം. രണ്ട് വാക്കും മറന്നു പോകരുത്. എക്സ്പാൻഷൻ അല്ലെങ്കിൽ റിക്കവറി ടാങ്ക്. ഇത് എവിടെയാണ് കണക്ട് ചെയ്തേക്കുന്നത്? അതൊരു ഓവർഫ്ലോ ട്യൂബാണ്. അതായത് ഈ പ്രഷർ ക്യാപ്പ് നമ്മൾ പറഞ്ഞില്ലേ, ആ പ്രഷറിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇതിനെ എന്ത് ചെയ്യുന്നു, ഓവർഫ്ലോ വരുന്ന ട്യൂബിൽ നിന്ന് ഓവർഫ്ലോ ട്യൂബ് വെച്ചിട്ടുണ്ട്. ഓവർഫ്ലോ ചെയ്യുന്നത് ക്യാപ്ചർ ചെയ്യുന്നത് എവിടെയാണ്? ഈ എക്സ്പാൻഷൻ ടാങ്കിലാണ്. Cooling tanks with expansion tanks are called closed cooling system. They are designed to catch and hold any coolant that passes through the pressure cap. Coolant high pressure വന്ന് ഈ പ്രഷർ ക്യാപ്പിൽ പാസ് ചെയ്യാൻ ശ്രമിക്കുന്നതിനെ ഓവർഫ്ലോ ട്യൂബിലൂടെ എവിടെ കളക്ട് ചെയ്യുന്നു? എക്സ്പാൻഷൻ ടാങ്കിൽ കളക്ട് ചെയ്യുന്നു. ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ എന്താണ് മോഡൽ വണ്ടിയിൽ ഇതുണ്ട്. എന്തുണ്ട്? എക്സ്പാൻഷൻ അല്ലെങ്കിൽ റിക്കവറി ടാങ്ക്. എക്സ്പാൻഷൻ ടാങ്ക് ഉള്ള കൂളിംഗ് സിസ്റ്റം നമ്മൾ വേറൊരു പേരും പറയും, ക്ലോസ്ഡ് കൂളിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ക്ലോസ്ഡ് ലൂപ്പ് കൂളിംഗ് സിസ്റ്റം എന്ന് പറയാറുണ്ട്. മറന്നുപോകും. How it works? As the engine warms up, the coolant expands. This eventually causes the pressure cap to release. The coolant passes to an expansion tank. When the engine is shut down, the coolant begins to shrink. The vacuum release valve inside the pressure cap opens and the coolant in the expansion tank is drawn back into the cooling system. അല്ല, അവിടെ ഇത് എന്താണ്, കൂളന്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, പ്രഷർ ക്യാപ്പിലേക്ക് വരുന്നു. അപ്പോൾ എക്സസ് ആയിട്ട് വരുന്ന സാധനത്തിന് എന്ത് ചെയ്യുന്നു, നമ്മൾ എക്സ്പാൻഷൻ ടാങ്കിലേക്ക് ഇതിനെ എന്ത് ചെയ്യുന്നു, പാസ് ചെയ്യുന്നു. When the vacuum release valve inside the pressure cap opens and the coolant എന്ത് ചെയ്യുന്നു, വീണ്ടും തിരിച്ച് ഇതിന്റെ കൂളിംഗ് സിസ്റ്റത്തിലേക്ക് തിരിച്ച് അതിനെ ഡ്രോ ചെയ്യുന്നു. അപ്പോൾ അത് വെറുതെ നഷ്ടമാകാതെ നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നു, വീണ്ടും കളക്ട് ചെയ്തിട്ട് അതിനെ വീണ്ടും എന്ത് ചെയ്യുന്നു, കൂളിംഗ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇതാണ് എക്സ്പാൻഷൻ ടാങ്കിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. Then radiator fan, നമുക്കറിയാവുന്ന തന്നെ radiator fan. Efficiency of the cooling system depends on the amount of heat that can be removed from the system and transferred to the air. അല്ലെ, ഒരു കൂളിംഗ് സിസ്റ്റത്തിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്? എത്ര എമൗണ്ട് ഓഫ് ഇത് റിമൂവ് ചെയ്തു അതിനെ എയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു, ഇതിനെയാണ് നമ്മൾ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അറ്റ് ഹൈ സ്പീഡ്സ് ദ എയർ ത്രൂ ദി റേഡിയേറ്റർ ഷുഡ് ബി സഫിഷ്യന്റ് ഓർ ഇനഫ് ടു മെയിൻറ്റെയിൻ പ്രോപ്പർ കൂളിംഗ്. അല്ലെ, ഹൈ സ്പീഡിൽ എന്താണ് ഈ എയർ റേഡിയേറ്ററിലുള്ള എയർ നമുക്ക് അല്ലെ, നമ്മൾ ആ ഇമ്പാക്റ്റിൽ വരുന്ന എയർ, നമ്മൾ ട്രാവലിംഗ് നടക്കുന്ന എയർ സഫീഷ്യന്റ് മതിയായിരിക്കും പ്രോപ്പർ കൂളിംഗ്. പക്ഷെ ലോ സ്പീഡിലും ഐഡിയൽ സ്പീഡിലും സിസ്റ്റത്തിന് എന്ത് വേണം? അഡീഷണൽ എയർ വേണം കൂളിംഗ് ചെയ്യുന്നിടത്ത്. ആ എയർ എന്താണ് ഡെലിവർ ചെയ്യുന്നത്? ഈ ഫാനാണ്. അല്ലെ, നമ്മൾ നല്ല സ്പീഡിൽ പോവുകയാണെങ്കിൽ, ഒരു ഹൈ സ്പീഡിൽ പോവുകയാണെങ്കിൽ ഈ ഫാനിന്റെ ഉപയോഗം വളരെ കുറവാണ്. നമുക്ക് ആ എന്താണ് ഓട്ടത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആ എയർ വന്ന് ഇമ്പാക്ട് ചെയ്ത് കൂളിംഗ് റേഡിയേറ്ററിൽ വന്ന് ഇമ്പാക്ട് ചെയ്ത് നമുക്ക് കൂളിംഗ് കിട്ടുന്നുണ്ട്. നമ്മൾ ചില വണ്ടികൾ കണ്ടിട്ടുണ്ട്, ലോ സ്പീഡിൽ അല്ലെങ്കിൽ ഐഡിയൽ കണ്ടീഷനിൽ ഫാനിന്റെ സൗണ്ട് ഭയങ്കര കൂടുതലാണ്. കാരണം ആ കൂളിംഗ് സിസ്റ്റം നിർത്താൻ വേണ്ടിയിട്ട് ഈ ഫാൻ എന്ത് ചെയ്യുന്നു, അത്രയും വർക്ക് ചെയ്യുന്നുണ്ട്, അഡീഷണൽ ആയിട്ട് എയറിനെ സക്ക് ചെയ്തെടുക്കുന്നു.
അതിന് യൂസ് ചെയ്യുന്ന എന്താണ് ആ ഒരു ഡിവൈസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് റേഡിയേറ്റർ ഫാൻ. റേഡിയേറ്ററിന്റെ ബാക്കിലായിട്ടിരിക്കുന്ന ഫാൻ, റേഡിയേറ്റർ ഫാൻ. The fan may be driven by the engine via belt or driven by an electric motor. ഈ ഫാൻ കറങ്ങണമല്ലോ. ഫാൻ കറങ്ങണ എങ്ങനെയാണ്? എഞ്ചിന് എന്താണ് ബെൽറ്റ് വഴി ഡ്രിവൻ ചെയ്തിട്ടാണ് സാധാരണ എന്താണ് ഈ ഫാൻ കറങ്ങുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ചില എന്താണ് മോസ്റ്റ് മോഡേൺ വണ്ടികളിൽ ഇതിന് എന്ത് ചെയ്യുന്നത് ഇലക്ട്രിക് മോട്ടറാണ്, ഇലക്ട്രിക്കൽ എന്നത്. Belt driven fan is bolted to a pulley on the wheel pump and turns constantly with the engine. Thus belt driven fans always draw air through the radiator from the rear. അപ്പോൾ ബെൽറ്റ് ഡ്രിവനിന്റെ കുറെ എന്താണ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് എന്ന് നോക്കുകയാണെങ്കിൽ ഇത് എവിടെ നിന്നാണ് എടുക്കുന്നത്? വണ്ടിയുടെ എഞ്ചിൻ നിന്നല്ലേ എടുക്കുന്നത്. അപ്പോൾ ഹോഴ്സ് പവർ വേണമല്ലോ, ഹോഴ്സ് പവർ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അതായത് നമ്മുടെ വണ്ടിയുടെ പവർ, ഫ്യൂൽ എക്കണോമി ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ കാരണമാകും അല്ലേ? കാരണം വണ്ടിയുടെ എഞ്ചിൻ ഔട്ട്പുട്ടിൽ നിന്നാണ് എടുക്കുന്നത്. So the operation of a cooling fan reduces the available horsepower to the drive wheels. ഡ്രൈവ് വീൽസിൽ കൊടുക്കുന്ന ഹോഴ്സ് പവറിന്റെ ഒരു ഭാഗമാണ് നമ്മൾ ഇതിനെടുക്കുന്നത്. അപ്പൊ അത് കുറയും. അങ്ങനെ നോക്കുകയാണെങ്കിൽ വണ്ടിയുടെ ഹോഴ്സ് പവർ കുറയും, അതുപോലെ തന്നെ എന്താണ് ഫ്യൂൽ എക്കണോമി കുറയും. ഫാൻസ് ആർ ഓൾസോ വെരി നോയ്സി അറ്റ് ഹൈ സ്പീഡ്സ്, ആഡിങ് ടു ഡ്രൈവർ ഫെറ്റീഗ് ആൻഡ് ടോട്ടൽ വെഹിക്കിൾ നോയ്സ്. എന്താണ് നോയ്സിയാണ്. ഹൈ സ്പീഡിൽ മാത്രമല്ല, ഐഡിയൽ കണ്ടീഷനിലാണ് ഫാൻ കൂടുതൽ വർക്ക് ചെയ്യുന്നത്. അപ്പോഴും എന്തായിരിക്കും നോയ്സി ആയിരിക്കും. ഇതൊക്കെയാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് മോഡേണിലായിട്ടുള്ള വാഹനങ്ങളിലെല്ലാം ഇന്ന് നമ്മൾ ഇലക്ട്രിക് മോട്ടോഴ്സ് യൂസ് ചെയ്യുന്നത്. സോ സൊല്യൂഷൻ എന്ന് പറയുന്നത് ടു എലിമിനേറ്റ് ദിസ് പവർ വേസ്റ്റ് ഡ്യൂറിംഗ് ടൈംസ് ഫാൻ ഓപ്പറേഷൻ ഈസ് നോട്ട് നീഡഡ്. മെനി ഓഫ് ടുഡേസ് ബെൽറ്റ് ഡ്രിവൻ ഫാൻസ് ഓപ്പറേറ്റ് ഓൺലി വെൻ ദ എഞ്ചിൻ ആൻഡ് റേഡിയേറ്റർ ഹീറ്റ് അപ്പ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പവർ വേസ്റ്റ് ഫാൻ ഓപ്പറേഷൻ, അതായത് ചില സമയങ്ങളിൽ നമുക്ക് എന്താണ് ഐഡിയൽ അല്ല, മീൻസ് ബെൽറ്റ് ഡ്രിവനിൽ ചിലപ്പോൾ ആവശ്യം വരത്തില്ല അല്ലേ? എഞ്ചിന് റേഡിയേറ്റർ ഹീറ്റ് ആകുമ്പോൾ മാത്രം മതി നമുക്ക് ഈ ഫാനിന്റെ ആവശ്യം എന്ന് പറയാം. അപ്പൊ ഇത് നമുക്കൊരു ഫാൻ ക്ലച്ച് ആ ഒരു സമയത്ത് മാത്രം, ഹീറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രം ക്ലച്ച് എൻഗേജ് ചെയ്യുന്ന രീതിയിലുള്ളൊരു എന്താണ് ഒരു സിസ്റ്റമാണ് ഫാൻ ക്ലച്ച് എന്ന് പറയുന്നത്. When the engine and fan clutch are cold, the fan moves independently from the clutch and moves little air. In most cases, the clutch slips at high speeds, therefore it is not turning at full engine speed. അടുത്തൊരു കമ്പോണന്റ് ആണ്. അപ്പോൾ ഇതിന്റെ ഒരു സൊല്യൂഷൻ ഫാൻ ക്ലച്ച് ആണ്. ഫാൻ ക്ലച്ച് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്താണ് പറയുന്നത് ഇലക്ട്രിക് മോട്ടോർ. അതാകുമ്പോൾ ടൈമർ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എന്താണ് ഇതിന്റെ ടെമ്പറേച്ചർ റെസ്പോൺസീവ് അനുസരിച്ച്, റേഡിയേറ്റർ ടെമ്പറേച്ചർ റെസ്പോൺസീവ് അനുസരിച്ച് നമുക്കത് പ്രവർത്തിപ്പിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അതിന്റെ എഫിഷ്യൻസി, നമ്മുടെ വണ്ടിയുടെ ഫ്യൂൽ എഫിഷ്യൻസിയും അതുപോലെ തന്നെ പവറും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്കണോമിക്കലി അല്ല ഒപ്റ്റിമൈസ് ചെയ്ത് നമുക്ക് കൊണ്ടുവരാം. നെക്സ്റ്റ്, വാട്ടർ ടെമ്പറേച്ചർ ഇൻഡിക്കേറ്റർ. കൂളന്റ് ടെമ്പറേച്ചർ ഇൻഡിക്കേറ്റേഴ്സ് അലേർട്ട് ദി ഡ്രൈവർ ഓഫ് ആൻ ഓവർ ഹീറ്റിംഗ് കണ്ടീഷൻ. ഇൻഡിക്കേറ്റർ നമ്മളെ വണ്ടിയിലുള്ളത് തന്നെ, വാട്ടർ ടെമ്പറേച്ചർ ഇൻഡിക്കേറ്റർ നമ്മൾ നമ്മുടെ ഡാഷ്ബോർഡിലുണ്ട്. അപ്പോൾ ഡ്രൈവറിന്റെ ഓവർ ഹീറ്റിംഗ് കണ്ടീഷൻ ആണെങ്കിൽ ഡ്രൈവറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇത് തന്നെ. ദീസ് ഇൻഡിക്കേറ്റേഴ്സ് ആർ എ ടെമ്പറേച്ചർ ഗേജ് ഓർ എ വാർണിംഗ് ലൈറ്റ്. വാർണിംഗ് ലൈറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. A temperature sensor is threaded into a bore in water jacket. വാട്ടർ ജാക്കറ്റിലേക്ക് ആണ് ഈ സെൻസർ നമ്മൾ എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്തേക്കുന്നത്. വാട്ടർ ടെമ്പറേച്ചർ ഇൻഡിക്കേറ്റർ. ഇനി കൂളന്റ്, ആന്റി ഫ്രീസിങ് ഏജൻസ് ഉണ്ട്. ഈ എഞ്ചിൻ കൂളന്റ് എന്ന് പറയുന്നത് സാധാരണ വെള്ളം മാത്രമല്ല, വിത്ത് എന്താണ് മിക്സ്ചർ ഓഫ് വാട്ടർ ആൻഡ് ആന്റി ഫ്രീസിങ് ഏജന്റ് ഓർ കൂളന്റ്. അപ്പോൾ വാട്ടർ അലോൺ ഹാസ് എ ബോയിലിംഗ് പോയിന്റ് ഓഫ് 100 degree Celsius ആൻഡ് എ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് 0 degree Celsius അറ്റ് സീ ലെവൽ. നമുക്കറിയാം. എഞ്ചിൻ കൂളന്റ് ആണെങ്കിലോ, എഞ്ചിൻ കൂളന്റ് ഹാസ് എ ഹയർ ബോയിലിംഗ് ടെമ്പറേച്ചർ ആൻഡ് എ ലോവർ ഫ്രീസിംഗ് പോയിന്റ് ദാൻ വാട്ടർ. ദ എക്സാക്ട് ബോയിലിംഗ് ഓർ ഫ്രീസിംഗ് ടെമ്പറേച്ചേഴ്സ് ഡിപ്പെൻഡ് ഓൺ ദി മിക്സ്ചർ. നമ്മുടെ വെള്ളത്തിന്റെ ഇതിന്റെ മിക്സ്ചറിനനുസരിച്ചിരിക്കും. ടിപ്പിക്കൽ റെക്കമെൻഡഡ് മിക്സ്ചർ ഈസ് എ 50-50 സൊല്യൂഷൻ ഓഫ് വാട്ടർ ആൻഡ് ആന്റി ഫ്രീസ് കൂളന്റ്. അപ്പൊ നമ്മൾ ഒരു വണ്ടിക്ക് വേണ്ടി, എഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ കൂളന്റ് വാങ്ങിക്കുമ്പോൾ നമുക്ക് ചിലതിൽ കാണാം 50-50 എന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ടെങ്കിൽ 50-50 എന്താണ് ഈക്വൽ റെക്കമെൻഡഡ് മിക്സ്ചർ ആണ്. ഇറ്റ്സ് ലൈക്ക് 50% ഓഫ് വാട്ടർ ആൻഡ് 50% ഓഫ് കൂളന്റ്, ആന്റി ഫ്രീസിംഗ് കൂളന്റ്. ഇതാണ് അതിന്റെ ഒരു എന്താണ് ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു മിക്സ്ചർ എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് എന്താണ് ഏതെങ്കിലും ഒരെണ്ണം മാത്രമായിട്ട് നമുക്ക്, വാട്ടർ മാത്രമായിട്ട് നമുക്ക് ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ആന്റി ഫ്രീസിംഗ് കൂളന്റും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ യൂസ് ചെയ്യുന്നത്. Types of coolant, anti-freezing coolant.
പല ടൈപ്പ് ഉണ്ട്. എത്തിലീൻ ഗ്ലൈക്കോൾ ഉണ്ട്, പ്രൊപ്പലീൻ ഗ്ലൈക്കോൾ, ഓർഗാനിക് ആസിഡ് ടെക്നോളജി OAT എന്ന് പറയുന്ന ടെക്നോളജി കൂളന്റ് ഉണ്ട്, ഹൈബ്രിഡ് ഓർഗാനിക് ആസിഡ് ടെക്നോളജി HOAT ഈ ടൈപ്പ് ഉണ്ട്. ഇപ്പൊ ഞാനിവിടെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഒരു ആന്റി ഫ്രീസിങ് ഏജന്റ് ആണ്, ഗോൾഡ് ആന്റി ഫ്രീസിങ് കൂളന്റ് മോട്ടോക്രാഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഫോർഡ് റെക്കമെൻഡ് ചെയ്തേക്കുന്ന ഒരു ടൈപ്പ് എന്താണ് കൂളന്റ് ആണ്. ഫിഗറിൽ കാണാം ഒരു പച്ച കളർ, നമ്മുടെ വണ്ടികളിലെല്ലാം ഈ കാണാൻ പറ്റും. ഈ നിറങ്ങളുടെ വ്യത്യാസത്തിൽ തന്നെ കൂളന്റിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് നോക്കാം. അപ്പം മെയിൻലി ഉള്ളത് എത്തിലീൻ ഗ്ലൈക്കോൾ ഉണ്ട്, ഡീനാച്ചുറഡ് ആൽക്കഹോൾ ഉണ്ട്, പ്രൊപ്പലീൻ ഗ്ലൈക്കോൾ ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ആൽക്കഹോളിക് മിക്സ്ചേഴ്സ് ഉണ്ട്, പല ടൈപ്പിലുള്ള ആൽക്കഹോളിക് മിക്സ്ചേഴ്സ് ഉണ്ട്. ദെൻ ഓർഗാനിക് ആസിഡ് ടെക്നോളജി, ഹൈബ്രിഡ് ഓർഗാനിക് ആസിഡ് ടെക്നോളജി OAT HOAT ഇത് വളരെ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ടൈപ്പാണ്. ഇതാണ് നമ്മൾ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കൂളന്റ്. എത്തിലീൻ ഗ്ലൈക്കോൾ, പ്രൊപ്പലീൻ ഗ്ലൈക്കോൾ, OAT HOAT. എത്തിലീൻ ഗ്ലൈക്കോൾ ഇതാണ് ഏറ്റവും മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആന്റി ഫ്രീസിങ് അല്ലെങ്കിൽ കൂളന്റ് എന്ന് പറയുന്നത്. ഗ്രീൻ ഇൻ കളർ, നമ്മൾ നേരത്തെ ഫിഗർ കണ്ടതാ. ഇറ്റ് ഈസ് ഗ്രീൻ ഇൻ കളർ ആൻഡ് പ്രൊവൈഡ്സ് ഗുഡ് പ്രൊട്ടക്ഷൻ റിഗാർഡ്ലെസ് ഓഫ് ക്ലൈമറ്റ് ബട്ട് ഇറ്റ് ഈസ് പോയിസണസ്. ഗ്രീൻ ഇൻ കളർ ആണ് നമ്മൾ ഇവിടെയൊക്കെ സാധാരണ യൂസ് ചെയ്യുന്ന സംഭവം തന്നെയാണ്. പക്ഷേ എന്താണ് നമുക്ക് ഏതൊരു ക്ലൈമാറ്റിക് ടെമ്പറേച്ചറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. പക്ഷെ ഇത് എന്താ പോയിസണസ് ആണ്. ഷുഡ് ബി ഹാൻഡിൽഡ് കെയർഫുള്ളി ആൻഡ് ഡിസ്പോസ്ഡ് ഓഫ് പ്രോപ്പർലി. ഡിസ്പോസ് ചെയ്യണം, കാരണം പോയിസണസ് ആയതുകൊണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡിസ്പോസ് ചെയ്യേണ്ടത് വളരെ പ്രോപ്പർലി ഡിസ്പോസ് ചെയ്യേണ്ട ഒരു സാധനമാണ്. പ്രൊപ്പലീൻ ഗ്ലൈക്കോൾ, എത്തിലീൻ ഗ്ലൈക്കോൾ പോലെ തന്നെ എന്ത് തന്നെയാണ്, സെയിം ടൈപ്പ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉള്ളതാണ്, പക്ഷെ പോയിസണസ് അല്ല. ഇസ് നോട്ട് സ്വീറ്റ് ടേസ്റ്റിംഗ്. മറ്റേത് സ്വീറ്റ് ടേസ്റ്റിംഗ് ആണ് കേട്ടോ. എത്തിലീൻ ഗ്ലൈക്കോൾ സ്വീറ്റ് ടേസ്റ്റിംഗ് ആണ്, പക്ഷെ പോയിസണസ് ആണ്. ഇത് സ്വീറ്റ് ടേസ്റ്റിംഗ് അല്ല, പക്ഷെ പോയിസണസും അല്ല. ലെസ് ഹാർംഫുൾ ടു അനിമൽസ് ആൻഡ് ചിൽഡ്രൻ, നോൺ ടോക്സിക് ആയിട്ടുള്ള ആന്റി ഫ്രീസിങ് ഏജന്റ് ആണ് പ്രൊപ്പലീൻ ഗ്ലൈക്കോൾ. യൂസ്ഡ് വെൻ എത്തിലീൻ ഗ്ലൈക്കോൾ ഈസ് ഇൻഅപ്രോപ്രിയേറ്റ് സച്ച് as in food processing system or water pipe system in homes. ഇത് നമ്മൾ വാഹനത്തിന്റെ കാര്യം മാത്രമല്ല പറയുന്നത്, ചില നമ്മുടെ ഫുഡ് പ്രോസസ്സിംഗ് സിസ്റ്റത്തില് അതുണ്ടല്ലോ, കൂളിംഗ് സിസ്റ്റം, അതുപോലെ വാട്ടർ പൈപ്പ് സിസ്റ്റം, അവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നത് പ്രൊപ്പലീൻ ഗ്ലൈക്കോൾ ആണ്. പ്രൊപ്പലീൻ ഗ്ലൈക്കോൾ ബേസ്ഡ് കൂളന്റ് ഷുഡ് നോട്ട് ബി മിക്സ്ഡ് വിത്ത് എത്തിലീൻ ഗ്ലൈക്കോൾ. രണ്ടും കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ പാടില്ല, ഇൻഡിവിജ്വലി സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ. നെക്സ്റ്റ് ഓർഗാനിക് ആസിഡ് ടെക്നോളജി OAT എന്ന് പറയുന്നൊരു എന്താ ആന്റി ഫ്രീസ് കൂളന്റ് ആണ്. ഇത് എൻവയോൺമെന്റലി ഫ്രണ്ട്ലി ആണ്. എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആണ്. കണ്ടെയ്ൻസ് സീറോ ഫോസ്ഫേറ്റ് ഓർ സിലിക്കോൺസോ ഫോസ്ഫേറ്റ്സോ ഒന്നും ഇല്ലാത്തതെന്നാണ്. ഇതിനെ ഈ OAT നമുക്കൊരു ബ്രാൻഡ് നെയിമിലാണ് പറയുന്നത്. നമ്മൾ OAT നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കുറേ ഇത് വരും, പ്രിസ്റ്റോൺ, റെഡക്സ് എന്നൊക്കെ പറഞ്ഞ് പല കമ്പനികളുടെ വരും. പക്ഷെ അതിന്റെ എല്ലാത്തിലും ഡെക്സ്കൂൾ എന്ന് പറഞ്ഞൊരു ട്രേഡ് മാർക്കും കാണും. ഇതൊരു രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് ബ്രാൻഡ് നെയിമാണ്, ഡെക്സ്കൂൾ എന്ന് പറഞ്ഞാണ് ഇത് പറയുന്നത്. അപ്പൊ മെയിൻ കമ്പനി പ്രിസ്റ്റോണോ അല്ല റെഡക്സോ കാസ്ട്രോൾ എന്നോ പറയാം, പക്ഷെ ഡെക്സ്കൂൾ OAT എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ഡെക്സ്കൂൾ എന്ന് പറയുന്നത് ഇതിന്റെ ബ്രാൻഡ് നെയിമാണ്. അപ്പോൾ ഇത് യൂസ്ഡ് ഇൻ ഓൾ ലേറ്റ് മോഡൽ GM വെഹിക്കിൾസ്, അമേരിക്കയിലെ ജനറൽ മോട്ടോഴ്സ് വെഹിക്കിൾസിലെല്ലാം യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഇതാണ്. പല ഇതിനും യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യമായി കൂടുതലും എന്താണ് ബ്രാൻഡ് ചെയ്തെടുത്തത് എന്താണ് GM വെഹിക്കിൾസ് ആണ്. ഫോർ GM വെഹിക്കിൾസ് കാളിംഗ് ഫോർ ഡെക്സ്കൂൾ, ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് ഡെക്സ്കൂൾ എന്ന് പറയുന്നത്. നമ്മൾ ഡെക്സ്കൂളിന്റെ ട്രേഡ് മാർക്കാണ്, അതിന്റെ കൂടെ എപ്പോഴും ട്രേഡ് മാർക്ക് സിമ്പിൾ കാണും. ഇതിന്റെ എക്സ്റ്റെൻഡഡ് സർവീസ് ലൈഫ് ഓഫ് നോക്കിയാൽ 240,000 കിലോമീറ്റേഴ്സ് ഇതെന്ത് ചെയ്യാം, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓർഗാനിക് ആസിഡ് ടെക്നോളജി OAT, അതിന്റെ ബ്രാൻഡ് നെയിം ഡെക്സ്കൂൾ ആണ്, ഡെക്സ്കൂൾ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത വരുന്നത് ഇത് നമ്മൾ പറഞ്ഞ എന്താണ്, ഫോസ്ഫേറ്റും സിലിക്കോൺസും ഇല്ലാത്ത എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കൂളന്റ് ആണ് ഓർഗാനിക് ആസിഡ് ടെക്നോളജി. പക്ഷേ സിലിക്കേറ്റോ ഫോസ്ഫേറ്റോ വരുന്ന OAT പോലത്തെ ഒരു കൂളന്റ് തന്നെയാണ് ഹൈബ്രിഡ് ഓർഗാനിക് ആസിഡ് ടെക്നോളജി HOAT എന്ന് പറയുന്നത്. This is similar to OAT coolant but has been enhanced with additives. ചില additives അല്ലെങ്കിൽ എന്താണ്
ഇൻഹിബിറ്റേഴ്സ് ടെക്നോളജീസ് ഒക്കെ വെച്ച് അഡിറ്റീവ്സ് എന്ന് പറയാം. അഡിറ്റീവ്സ് ആഡ് ചെയ്ത് ആ ഒരു ടൈപ്പ് കൂളന്റിനാണ് നമ്മൾ ഹൈബ്രിഡ് ഓർഗാനിക് ആസിഡ് ടെക്നോളജി എന്ന് പറയും. ആ അഡിറ്റീവ്സ് എന്ന് പറയുന്നത് സിലിക്കേറ്റ്, ഫോസ്ഫേറ്റ് ആവാം. ചിലതിൽ സിലിക്കേറ്റ് മാത്രമായിരിക്കും, ചിലത് ഫോസ്ഫേറ്റ് മാത്രം, ചില ഫോസ്ഫേറ്റ് കാണത്തില്ല. അപ്പോൾ ദാറ്റ് മേക്ക് ദ കൂളന്റ് ലെസ് അബ്രസീവ് ടു വാട്ടർ പമ്പ്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണ്? ഇത് വളരെ സ്മൂത്ത് ആണ്. വാട്ടർ പമ്പിൽ അബ്രസീവ്നെസ് ഒന്നും ഉണ്ടാവില്ല. ബട്ട് ആ ടർബൈനും അതിൻ്റെ സീലിങ്സിനും ഒന്നും ഒരു പ്രശ്നം ഉണ്ടാകാത്ത രീതിയിലായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പം OAT യെക്കാളും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ അഡിറ്റീവ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അഡിറ്റീവ്സ് ആഡ് ചെയ്യുമ്പോൾ ഈ കൂളന്റിന് എന്ത് സംഭവിക്കുന്നത്? ലെസ് അബ്രസീവ് ആയിരിക്കും. അപ്പോൾ ഇതൊരു ടാബുലർ കോളമാണ്. നമ്മൾ ഈ ഇപ്പോൾ പറഞ്ഞ നമ്മുടെ കൂളന്റ്, ആന്റി ഫ്രീസ് ഇതെല്ലാം കൂടെ നമ്മൾ ചേർത്തൊരു ഇതാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് IAT, ഇൻഓർഗാനിക് അഡിറ്റീവ് ടെക്നോളജി, നമ്മൾ എത്തിലീൻ ഗ്ലൈക്കോളിന്റെ കാര്യം പറഞ്ഞു. അത് സിലിക്കേറ്റ് ഒക്കെ ഉള്ള എന്താണ് ഒരു കൂളന്റ് ആണ്. നമ്മൾ പഴയ വാഹനങ്ങളിൽ നമ്മളിവിടെ ഉള്ള എന്താണ് കാറുകളിലൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ ഗ്രീൻ കളറാണ്. അപ്പോൾ അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് ഗ്രീൻ കളറാണ്. കളർ കോഡ് ഉണ്ട് ഓരോന്നിനും. അപ്പം നോക്കിയാൽ കളർ കോഡല്ല, നമ്മൾ കോഡല്ല, സത്യം പറഞ്ഞാൽ ഇതിന്റെ കളർ, ആ കൂളന്റിന്റെ കളർ വെച്ച് നമുക്കത് എന്താണെന്ന് നമുക്കറിയാൻ പറ്റും. ഇനി OAT നമ്മൾ അതിന് ശേഷം പഠിച്ചതാണ് നമ്മുടെ ഓർഗാനിക് ആസിഡ്, അതായത് അഡിറ്റീവ്സ് ഒക്കെ എന്താണ് സിലിക്കേറ്റ്സും ഫോസ്ഫേറ്റ്സും ഇല്ലാത്ത, അല്ല അഡിറ്റീവ്സ് ആയ സിലിക്കേറ്റ്സും ഫോസ്ഫേറ്റും ഇല്ലാത്ത ടൈപ്പാണ് ഓർഗാനിക് ആസിഡ് ടെക്നോളജി അല്ലെങ്കിൽ OAT എന്ന് പറയും. അത് ജനറൽ മോട്ടോഴ്സ് ഞാൻ പറഞ്ഞല്ലോ, GM, then ഫോക്സ്വാഗൻ, ഇതിലൊക്കെ യൂസ് ചെയ്യുന്നത് ഇതാണ്. കളർ ഓറഞ്ച് ആണ്, ഓറഞ്ച് കളറാണ്. ദെൻ HOAT എന്ന് പറയുന്നത് ഹൈബ്രിഡ് OAT. അതിലാണ് നമ്മൾ പറഞ്ഞ എൻഹാൻസ് ചെയ്യാൻ, ഇതിന്റെ പ്രോപ്പർട്ടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡിറ്റീവ്സ് ആഡ് ചെയ്യുന്നുണ്ട്. അഡിറ്റീവ്സ് ലൈക്ക് സിലിക്കേറ്റ്സ് ആൻഡ് ഫോസ്ഫേറ്റ്സ്. ഈ സിലിക്കേറ്റ്, ഫോസ്ഫേറ്റ് ഇല്ല, എന്താണ് സിലിക്കേറ്റും അതർ ഓർഗാനിക് ആസിഡ്സ് ഒക്കെ ഉള്ള HOAT ഉണ്ട്, ഹൈബ്രിഡ് OAT. അത് നമ്മൾ യെല്ലോ കളറാണ് അതിന്റെ നിറം എന്ന് പറയുന്നത്, ആ ഒരു കൂളന്റിന്റെ. അത് യൂസ് ചെയ്യുന്നത് ഫോർഡ്, ക്രൈസ്ലർ, യൂറോപ്യൻ വെഹിക്കിൾസിലെല്ലാം ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ HOAT തന്നെ ഫോസ്ഫേറ്റ് ഇല്ലാത്ത ഒരു തരം കൂളന്റ് ഉണ്ട്. നമ്മൾ സിലിക്കേറ്റും ഫോസ്ഫേറ്റും ഒക്കെ ഉള്ളതിന് നമ്മൾ കോമൺ ആയിട്ട് HOAT എന്ന് പറയും. ഇതിൽ ഫോസ്ഫേറ്റ് ഇല്ലെങ്കിൽ നമ്മൾ അത് HOAT എന്ന് തന്നെ പറയുന്നത്. ഫോസ്ഫേറ്റ് ഫ്രീ ആയിട്ടുള്ള HOAT ആണ്. അതിന്റെ കളർ ടർക്വീസ് ബ്ലൂ ആണ്. ഈ കളർ കാണുന്ന ടർക്വീസ് ബ്ലൂ കളറാണ്. BMW, വോൾവോ, ടെസ്ല, മിനി കൂപ്പേഴ്സ് ഇതിലൊക്കെ നമ്മൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇനി PHOAT ഉണ്ട്. PHOAT എന്ന് വെച്ചാൽ ഫോസ്ഫേറ്റഡ് ആയിട്ടുള്ള HOAT. അത് ഫോസ്ഫേറ്റ് ഉണ്ട്, ഫോസ്ഫേറ്റ് ഉള്ളതാണ്. ഫോസ്ഫേറ്റ് ഉള്ള എന്താണ് ഫോസ്ഫേറ്റും ബാക്കിയുള്ള എൻഹാൻസ് ചെയ്യുന്ന ഓർഗാനിക് ആസിഡ്സ് ഉള്ള PHOAT, ഫോസ്ഫേറ്റഡ് HOAT. അതിന്റെ കളർ വന്നിട്ട് പിങ്ക് അല്ലെങ്കിൽ ബ്ലൂ കളറാണ്. ഇത് കൂടുതൽ എന്താണ് നമ്മൾ ഏഷ്യൻ വെഹിക്കിൾസിൽ ടൊയോറ്റ, നിസാൻ, ഹോണ്ട, ഹുണ്ടായി, കിയ ഇതിലൊക്കെ യൂസ് ചെയ്യുന്നത് PHOAT, ഫോസ്ഫേറ്റഡ് HOAT കൂളന്റ് ആണ്. അപ്പൊ അതിന്റെ കളർ ഓർത്തിക്കുക, ഒന്നിൽ പിങ്ക് അല്ലെങ്കിൽ ബ്ലൂ ആണ്. ലാസ്റ്റ് വൺ സിലിക്കേറ്റ്സ്, സിലിക്കേറ്റഡ് HOAT. സിലിക്കേറ്റ് ആണ്. അതിൽ എന്താണ് അതിന്റെ എലമെന്റ് കൂടുതൽ വരുന്നത് സിലിക്കേറ്റ് ആണ്. അതുകൊണ്ടാണ് SiOAT. അത് വന്നിട്ട് അതിന്റെ കളർ വന്നിട്ട് പർപ്പിൾ കളറാണ്. നമ്മുടെ ഹൈ എൻഡ് എന്താണ് കാറുകളായ ലക്ഷറി വെഹിക്കിൾസ് ആയ മെഴ്സിഡസ് ബെൻസ്, ഔഡി, ഫോക്സ്വാഗൻ, പോർഷെ ഇതുപോലെയുള്ള വണ്ടികളിൽ യൂസ് ചെയ്യുന്നത് ഈ സിലിക്കേറ്റഡ് HOAT ആണ്. ഓക്കെ, SiHOAT ആണ്, SiHOAT. അപ്പൊ ഇതാണ് നമ്മുടെ പൊതുവെ എന്താണ് നമ്മളെ കൂളന്റിന്റെ ഒരു നമ്മളെ കളർ, ബേസിക് കളറും അതുപോലെയുള്ള ഇൻഹിബിറ്റർ ടെക്നോളജിയും കൂടെ ബേസ് ചെയ്തിട്ടാണ് എന്താണ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്.